ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ രേണു സുധിയുടെ അടുത്തുണ്ടെങ്കിൽ കിച്ചുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ രേണു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനുണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ മക്കളെ കണ്ടിട്ടല്ല നിൽക്കുന്നത്. അവരുണ്ടെങ്കിൽ നാളെ എന്നെ തള്ളി പറഞ്ഞാലും അതുകൊണ്ടെങ്കിൽ ഞാൻ വലിയ ഇഷ്യൂ ആയിട്ടൊന്നും എടുക്കത്തില്ല. അല്ലെങ്കിൽ അവരുടെ പുറകെ എപ്പോഴും പോയിട്ടിരിക്കുക അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും ചെയ്യത്തില്ല. അതോടെ തന്നെ കിച്ചു ഉണ്ടെങ്കിൽ 22 വയസ്സായി. അവനുണ്ടെങ്കിൽ അവൻ്റെ തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ എടുക്കാറായിട്ടുണ്ട്. അതോടെ തന്നെ അവൻ എൻ്റെ എപ്പോഴും ഒരു മോൻ തന്നെ ആയിരിക്കും, അതിലൊരു മാറ്റവും ഇല്ല. അവനാണ് എന്നെ ആദ്യമായിട്ട് അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അവൻ എന്ത് കാണിച്ചാലും അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ശരി, ഞാനുണ്ടെങ്കിൽ അവനെ എപ്പോഴും ഒരേ കണക്ക് തന്നെ ആയിരിക്കും കാണുന്നതെന്നുള്ള രീതിയിലായിരുന്നു രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ ഒരുപാട് പേരുണ്ട് ഇത് കണക്ക് പറയുന്നുണ്ടായിരുന്നു ഇത് അഭിനയമാണ്, അല്ലെങ്കിൽ ഇത് ചുമ്മാ ആൾക്കാരെ കേൾപ്പിക്കാൻ വേണ്ടിയാണ്, ഇല്ലെങ്കിൽ എന്തിനാണ് ആ കുട്ടി ഇതാണെന്നുള്ള കാര്യങ്ങൾ പറയുന്നതെന്നുള്ള രീതിയിലായിരുന്നു ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇത് കണക്ക് രേണുവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സംഭവത്തിന് ശേഷം ഉണ്ടെങ്കിൽ രേണു കിച്ചുവിനെ വിളിച്ചിട്ടുണ്ടോ എന്തോ സംഭവം എന്നുള്ള രീതിയിലൊക്കെ. ആ സമയത്ത് രേണു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിലെ എല്ലാവരും ഉണ്ടെങ്കിൽ കിച്ചുവിനെ വിളിക്കുന്നുണ്ട്, പക്ഷേ കിച്ചു എടുക്കുന്നില്ലായിരുന്നു. അതിന് മുമ്പ് വരെ ഒരു കുഴപ്പമില്ലാതെ ഇരുന്നതാണെന്നുള്ള രീതിയിലായിരുന്നു രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത്.